വീഡിയോസ് ഒരു കൂടിയെങ്കിലും കാണാൻ വേണ്ടി ശ്രമിക്കണേ. PDF ഒന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ അതായത് സെല്ലും ബാറ്ററിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ ഒരു ചിഹ്നം ഞാൻ ജസ്റ്റ് ഇവിടെ വരയ്ക്കുക. ഇതാ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഇതാണ് സെല്ല്, ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക. പിന്നെയോ ബാറ്ററി എന്ന് പറയുമ്പോൾ രണ്ടോ അതിൽ കൂടുതലോ. ഇപ്പോൾ രണ്ടായാൽ തന്നെ എന്തായി, 2 സെല്ല് ഒന്നിച്ചിട്ടായാൽ തന്നെ ബാറ്ററി ആയി. ഇനിയിപ്പോൾ കുറേ ഇപ്പോൾ ഒന്നിച്ച് നമ്മളിങ്ങനെ വെക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പാറ്റേണെല്ലാം ഉണ്ടാവില്ലേ, അതുപോലെ ഒരുപാട് ഒന്നിച്ച് വെക്കുകയാണെങ്കിലാണ് അത് ബാറ്ററി ആയിട്ട് വരിക. പിന്നെയോ സെല്ലെന്താണ് ബാറ്ററി എന്താണെന്നുള്ളത് പറഞ്ഞു. പിന്നെ റീചാർജബിൾ ബാറ്ററിയും നോൺ റീചാർജബിൾ ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ബൾബുകൾ കണ്ട, ഇൻകാൻഡസെൻ്റ് ബൾബ് എന്ന് നമ്മൾ ഫിലമെൻ്റ് ബൾബിനെ പറയുക. പിന്നെയോ ഫ്ലൂറസെൻ്റ് ലാമ്പ്, നമ്മൾ നീളമുള്ള ഒരു പൊളിയുന്ന പോലത്തെ ഒരു ബൾബ് നമ്മൾ കാണിച്ചാണെങ്കിലേ. പിന്നെയോ CFL, അതിൻ്റെ എക്സ്പാൻഷൻ പഠിക്കണം, LED എക്സ്പാൻഷൻ. ഹാലജൻ ബൾബ് ഞാൻ കാണിച്ചതല്ലേ, വലിയ ബൾബ്. സ്മാർട്ട് ബൾബ് നമ്മൾ ACD എന്നെല്ലാം പറഞ്ഞിട്ട് ഓഫാക്കാൻ വേണ്ടി പറയുന്നില്ല, വൈഫൈയിൽ ഉപയോഗിച്ചിട്ട്. ഇനി നമ്മൾ LED സ്ട്രിപ്പിലേക്ക് വരികയാണല്ലേ. നമ്മുടെ ക്ലാസ്സിൽ ഒരു LED സ്ട്രിപ്പ് വെച്ചിട്ടില്ലേ. പിന്നെയോ നമ്മൾ ഈ മോട്ടറും പിന്നെ ഈ ഒരു സെല്ലും കൊണ്ട്, ഒരു ബാറ്ററി കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഒരു സർക്യൂട്ട് ഉണ്ടാക്കിക്കില്ലേ. അപ്പോൾ ഇത് 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്. യെസ്, ഇതാ ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ട്. അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ LED സ്ട്രിപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കത്തും അല്ലേ. പിന്നെയോ ഇനി നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ടിന് എന്തൊക്കെ വേണം നോക്കാം അല്ലേ. ഇലക്ട്രിക് സർക്യൂട്ട് ഒരു അറേഞ്ച്മെൻറ്റാണ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും അല്ലേ. എവിടെ നിന്ന്, ഇലക്ട്രിക് സോഴ്സ് ടു എ ഡിവൈസ്, സോഴ്സിൽ നിന്നും ഡിവൈസിലേക്ക്. ഇവിടെ സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത് ആരാ, സോഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബാറ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ സെല്ലായിരിക്കാം. ഡിവൈസായിട്ട് നമുക്ക് വേണമെങ്കിൽ LED ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മളെ മോട്ടർ ഉപയോഗിക്കാം. ബസർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കുറച്ച് കഴിഞ്ഞിട്ട് വരും കേട്ടോ, ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെയോ എന്തെങ്കിലും ചുരുങ്ങിയത് ഇലക്ട്രിക് സോഴ്സ്, അതായത് ഒന്നെങ്കിൽ ബാറ്ററിയോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യണം. പിന്നെയോ കണക്റ്റിംഗ് വയേഴ്സും വേണം, ഇലക്ട്രിക് ഡിവൈസും വേണം. യെസ്, ജസ്റ്റ് നോക്കൂ, ഇതാ ഇവിടെ ഒരു സോഴ്സ് ഉണ്ട് അല്ലേ. യെസ്, ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു LED ഉണ്ട്. LED ആണെന്ത്, നമ്മുടെ ഡിവൈസ്. LED ഡിവൈസിനെ കണക്ട് ചെയ്ത വയേഴ്സ് കണ്ടോ, കണക്റ്റിംഗ്. ഇനി നമ്മൾ ഓപ്പൺ സർക്യൂട്ടും ക്ലോസ്ഡ് സർക്യൂട്ടും പറയാൻ വേണ്ടി പോവാണ്. ഈ നേരത്തെ സെല്ലിൻ്റെ വെച്ചതുപോലെ തന്നെ ഇതിപ്പോൾ ഇതിവിടെ കണക്റ്റ് ആകുന്നില്ല അല്ലേ. ഇതിവിടെ കണക്റ്റ് ആകുന്നില്ല അല്ലേ. യെസ്, ഇതിവിടെ കണക്റ്റ് ആകുന്നില്ല അല്ലേ. അപ്പോൾ ഈ ബൾബ് ഗ്ലോ ചെയ്യോ ഇല്ലയോ. നമ്മൾ കണക്ട് ചെയ്താൽ ബൾബ് ഗ്ലോ ചെയ്യും. അപ്പോൾ സർക്യൂട്ട് 1ഉം 2ഉം 3ഉം എന്തല്ല, ക്ലോസ്ഡ് സർക്യൂട്ടല്ല, ഓപ്പൺ സർക്യൂട്ടാണ്. ഞാൻ അയച്ച വീഡിയോസിൽ എന്തുകൊണ്ടാണ് ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് മെൻഷൻ ചെയ്തതെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. അതായത് ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ അത് എന്താണ്, ക്ലോസ്ഡ് 1ഉം. പിന്നെ ഇൻകംപ്ലീറ്റ് ആണ്, നോട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ അതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. ഇലക്ട്രിക് ഡിവൈസസ് ക്ലോസ്ഡ് സർക്യൂട്ടിൽ മാത്രമേ എന്ത് ചെയ്യൂ, വർക്ക് ചെയ്യുള്ളൂ. ഇനി താഴത്തൊരു ചിത്രം നോക്കൂ. യെസ്, ഇതിൽ ഏത് ബൾബാണ് കത്തുക. യെസ്, ഗ്ലോ ചെയ്യുന്ന ചിഹ്നം കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ബൾബ് ഗ്ലോ ചെയ്യുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക അല്ലേ. യെസ്, ഇതിൽ കറക്റ്റാണ്. നെഗറ്റീവ് പോസിറ്റീവ് എൻ്റെ ഇവിടുന്ന് കണക്ട് ചെയ്ത് ഇവിടെ എത്തി, ഇവിടുന്ന് കണക്ട് ചെയ്ത് ഇവിടെ എത്തി. നമ്മൾ ഫെറ്റിലെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇതിവിടെ എന്തില്ല, ഇവിടെ ഒരു കണക്ഷൻ ഇല്ല. അപ്പോൾ ഇത് കത്തൂല, ഗ്ലോ ചെയ്യൂല, ഇത് ഗ്ലോ ചെയ്യൂ. അപ്പോൾ ഇത് എന്തിൻ്റെ എക്സാമ്പിളാണ്, ഇത് ഓപ്പൺ സർക്യൂട്ടിൻ്റെ എക്സാമ്പിളാണ്. ഇത് ക്ലോസ്ഡ് സർക്യൂട്ടിൻ്റെ എക്സാമ്പിളാണ്. ഇത് കംപ്ലീറ്റ് ആണ്, ഇത് ഇൻകംപ്ലീറ്റ് ആണ്. യെസ്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞു അല്ലേ. നിങ്ങൾ കുട്ടികളൊക്കെ ഒന്നായിട്ട് പറഞ്ഞു, എന്ത് സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്തിനാണ്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, കണക്റ്റിംഗ് വയേഴ്സ് ഉണ്ട്, പിന്നെ ബൾബ് ഉണ്ട്. പക്ഷേങ്കിൽ ഇതിൽ നമ്മൾ ഒരു ലൈനിലാണ് നമ്മൾ സ്വിച്ച് കൊടുക്കുമെന്നും പറഞ്ഞു അല്ലേ. യെസ്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാലാണ് ഇത് വർക്ക് ചെയ്യുക അല്ലേ. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ സർക്യൂട്ട് ക്ലോസ്ഡ് ആവുകയും പിന്നെ ബൾബ് ഗ്ലോ ചെയ്യുകയും ചെയ്യും. യെസ്, സ്വിച്ച് ഇറ്റ് ബിക്കം ഓപ്പൺ. എപ്പോഴാണ് ഓപ്പൺ ആകുക, നമ്മൾ ഈ സ്വിച്ച് ഓഫാക്കിയ സമയത്ത്. ഇനി അതിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് വരക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഇതിപ്പോൾ ഒരു സർക്യൂട്ടാണ് എങ്കിൽ, യെസ് നോക്കൂ, ഇവിടെ ഫസ്റ്റ് കേസിൽ എന്താണ്, സ്വിച്ച് ഓഫാണ്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടാണ്, ഇതിലേക്ക് എന്ത് ചെയ്യില്ല, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. രണ്ടാമത്തേൽ എന്താണ്, സ്വിച്ച് ഇട്ട സമയത്ത് എന്ത് ചെയ്യൂ, കണ്ടക്ട് ചെയ്യൂ. അപ്പോൾ സ്വിച്ച് ഓൺ ആണ്, ക്ലോസ്ഡ് ആണ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ച് പറയുകയാണ് അല്ലേ. ഓർഡിനറി സ്വിച്ച് ഉണ്ട്, പിന്നെ 2-വേ സ്വിച്ച് ഉണ്ട്. 2-വേ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, നമ്മൾ ബെഡ്റൂമിൻ്റെ ഇവിടുന്ന് ഇട്ടിട്ട് അങ്ങ് പോകും, എന്നിട്ട് ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടുന്ന് ഓഫാക്കും. പിന്നെയോ ബെല്ല്, ഒരു സ്പ്രിങ് പോലെയുള്ള ഒരു പുഷ് ബട്ടൺ ഇല്ലേ, നമ്മളെ ഗ്രൈൻഡറിലൊക്കെ പുഷ് ബട്ടൺ. പിന്നെയോ സ്ലൈഡിങ് സ്വിച്ച് ഇല്ലേ, ഇവിടെ നമ്മളെ ടോയിലൊക്കെ ഉണ്ടാവും അല്ലേ. പിന്നെ മെയിൻ സ്വിച്ചിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചാൽ. അപ്പോൾ എന്തെങ്കിലും ഇലക്ട്രിക്കിൻ്റെ പണിയെടുക്കുമ്പോൾ ഒന്നെങ്കിൽ മെയിൻ സ്വിച്ച് താത്തണം, അല്ലെങ്കിൽ ബ്രേക്കർ താത്തണം, എന്നിട്ട് പണിയെടുക്കാം. ഓക്കെ, യെസ്, ഇതുപോലത്തെ ഒന്ന് സാധനം നിങ്ങൾ എന്ത് ചെയ്യണോ, കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കറണ്ട് കളിക്കർ, പിന്നെ ഇങ്ങനത്തെ ചെറിയ ബാറ്ററി വാങ്ങുക. 9 വോൾട്ടിൻ്റെ ബാറ്ററി കിട്ടും, പിന്നെ ഒരു LED സ്ട്രിപ്പ് കിട്ടും, കുറച്ച് വയേഴ്സ് കിട്ടും. ഇനി നമ്മൾ ഫെറ്റിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചില്ലേ, സേഫ്റ്റി പിന്ന് വെച്ചപ്പോൾ ഫെറ്റിൻ്റെ വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്, ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്. പിന്നെ വുഡ് വെച്ചപ്പോൾ പറ്റൂല, പേപ്പർ വെച്ചപ്പോഴോ
പിന്നെ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ യെസ്, ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എന്ന് ബിയിലേക്ക് എന്ത് ചെയ്യുക, നമുക്ക് പിന്നെ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പിന്നെ ചെയ്ത് നോക്കാം. നമ്മൾ ഫെറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സേഫ്റ്റി പിന്ന്, പിന്നെ പെൻസിലിൻ്റെ ഗ്രാഫൈറ്റ്, പെൻസിൽ അപ്പുറം ഇപ്പുറം കൂർപ്പിച്ചിട്ട് അതിൻ്റെ ആ ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെയോ മെറ്റൽ ബാംഗിൾസ്, അതായത് ഇപ്പോൾ നമ്മൾ ഓവൽ ഷേപ്പിൽ റൗണ്ട് ചെയ്തെല്ലാം എന്ത് ചെയ്യും, നനഞ്ഞ പേപ്പർ, മെറ്റൽ ബാംഗിൾസ്, കോപ്പർ വയർ നമ്മൾ വയറിനുള്ളിലുള്ള ഒരു മഞ്ഞ കളറിലുള്ള കോപ്പറിൻ്റെ സാധനമില്ല, അതൊക്കെ എന്ത് ചെയ്യൂ, പിന്നെ കണ്ടക്ട് ചെയ്യുമോ അല്ലെങ്കിൽ കറണ്ട് കണ്ടക്ട് ചെയ്യാണ്ടിരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഫറൻസ് ആയിട്ട് നമ്മൾ എഴുതുക. യെസ്, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിൻ്റെ സെറ്റായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമോ, വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ വാങ്ങിയിട്ട് ചെറിയൊരു പിന്നെ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാം. പിന്നെയോ പിന്നെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ആ ഫെറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് എന്ത് മനസ്സിലായി, യെസ്, സേഫ്റ്റി പിൻ ആയാലും പെൻസിൽ ഗ്രാഫൈറ്റ് ആയാലും എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. യെസ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. LED ബൾബ് എന്ത് ചെയ്യുമോ, ഗ്ലോ ചെയ്യും. പിന്നെയോ പേപ്പറിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യൂല, LED ബൾബ് ഗ്ലോ ചെയ്യൂല, ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യുന്നില്ല. ഇനി അതേ സമയത്ത് വെറ്റ് പേപ്പർ ആണെങ്കിലോ, പേപ്പർ നമ്മൾ നനക്കുകയാണ്, അപ്പോൾ കണ്ടക്ട് ചെയ്യും, വാട്ടറിലൂടെ കണ്ടക്ട് ചെയ്യും, നമ്മൾ മനുഷ്യന്മാർ കണ്ടക്ട് ചെയ്യും അല്ലേ. ഇനി നമ്മൾ പറയുകയാണ് പിന്നെ എന്താണ് കണ്ടക്ടേഴ്സ്, എന്താണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുകയാണ്. കണ്ടക്ടർ ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ ഒക്കെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു. നേരെ നമ്മൾ ആസിഡും ബേസിലും പഠിച്ചില്ല, അതുപോലെ അതിൻ്റെ ഒരു സെൻറ്റൻസ് എന്നേ ഉള്ളൂ. പിന്നെയോ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് സബ്സ്റ്റൻസ് ആണ്, ദാറ്റ് ഡു നോട്ട് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ. പിന്നെയോ കുറച്ച് എക്സാമ്പിളും പറയുന്നുണ്ട്. അയൺ, ഗോൾഡ്, കോപ്പർ, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ഇവിടം വരെ എന്താണ്, പിന്നെ മെറ്റൽസ് കണ്ടക്ട് ചെയ്യും. പിന്നെയോ വാട്ടർ, പിന്നെ ഇവരൊക്കെ എന്താണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആളുകളാണ്. പിന്നെയോ ഉണങ്ങിയ പിന്നെ മരകഷ്ണം അല്ലെങ്കിൽ പേപ്പർ, പ്ലാസ്റ്റിക്, ക്ലോത്ത് എന്നിവ എന്ത് ചെയ്യൂ, ഇൻസുലേറ്റേഴ്സാണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യൂല. മുമ്പ് നമ്മൾ NAMൽ ഒരു കുട്ടിക്ക് പിന്നെ എന്ത് ചെയ്തു, ലൈന് പൊട്ടി വീണപ്പോൾ ചെറിയവൻ എന്ത് ചെയ്തു, പേപ്പർ വെച്ചിട്ടാണ് പിന്നെ എടുത്തിട്ട് മാറ്റിയിട്ടത്. പക്ഷേങ്കിൽ പേപ്പർ നനഞ്ഞത് കൊണ്ട് എന്ത് ചെയ്തു, കറണ്ട് പിടിച്ചു.